ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മീനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ആൾക്ക് ചെറിയൊരു കുഞ്ഞ സർപ്രൈസ് കൊടുക്കാൻ. ആളെ ബോട്ടിൻ്റെ സർവീസ് സെൻറ്ററിൽ വർക്കാണ്. അപ്പോൾ ഇപ്പോഴേക്കൊരു ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് ബോട്ടിൻ്റെ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന്ന് ആമസോണിൽ നിന്ന് ഡെലിവറി ചെയ്യും. കറക്റ്റ് ബർത്ത്ഡേ ഡേറ്റിൽ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയത് നല്ലൊരു ഭാഗ്യമാണ്. കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ എല്ലാ ദിവസവും എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് പറ്റിച്ചേക്കായിരുന്നു. നമ്മുടെ കാലത്ത് അച്ഛൻ കേക്ക് സ്പോൺസർ ചെയ്തിട്ട് അത് മുറിച്ച് അപ്പോഴും ചോദിച്ചു എൻ്റെ ഗിഫ്റ്റ് എവിടെയാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഗിഫ്റ്റ് ഇല്ല, അതാണ് ടൈറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ഒഴിവാക്കിയൊക്കെയായിരുന്നു. അപ്പോൾ ഇന്ന് സാധനം വരും, അപ്പോൾ നമുക്കത് കൊടുക്കാം. പിന്നെ കേക്ക് മുറിച്ചതിൻ്റെ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നപ്പോഴാണ് കേട്ടോ ഗിഫ്റ്റ്. മീനു മാഡം പൊളിച്ചോക്ക്. എന്തിനാ പറ ജസ്സി ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ എനിക്ക് കണ്ട ഗൈസ്, ലിപ്സ്റ്റിക് അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നുണ്ട് അല്ലേ? കാരണമാണ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ മോനെ ക്ലിയർ മോനെ ലിപ്സ്റ്റിക് അല്ല ഗൈസ്, അപ്പൊ എനിക്ക് കിട്ടി. എന്തുട്ടാ ഇനിയില്ല, അയ്യോ ഈ ഇനിയില്ല ഇനി എന്തിനു തരാൻ? വീഡിയോ സാക്ഷിയാണ്. ലിപ്സ്റ്റിക് അല്ലെങ്കിൽ എനിക്ക് തരാൻ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ താങ്ക് യു എടുത്തി. റീപ്ലേസ്മെന്റ് അയക്കാം. ബ്ലാക്ക് അല്ലേ, മെറ്റൽ ബ്ലാക്ക്. ഇത് എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞ സാധനം അവിടെ കുഴപ്പമില്ല, ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. 800 ഹെഡ്സെറ്റ് പെറ്റി ചാർജിന് എങ്ങനെയുണ്ട്? സുധി ചേച്ചിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം ചേച്ചി. നമുക്ക് ഇനി കസ്റ്റമറൊക്കെ ഇത് അടിച്ചു മാറ്റി കൊണ്ടുവരുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരരുത് കേട്ടോ. അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. സ്വയമായിട്ട് യൂസ് ചെയ്തോളൂ. പക്ഷെ ഈ ഒരു കമ്പനി അവിടെ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ചിലപ്പോ വില കുറവ് അത്യാവശ്യം കംപ്ലൈന്റ് വരുന്നുണ്ടല്ലോ. എനിക്ക് പക്ഷെ എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി. ബില്ല് വേണം, ഇൻവോയ്സ് ഉണ്ടാവും. ഇൻവോയ്സ് ഒന്നുമില്ല, ഞാനല്ലേ മേടിച്ചത്. ഞാനില്ല കംപ്ലൈന്റ് വരാൻ ബില്ല് തരില്ല. ഞാൻ ബില്ല് തരില്ല. അത് കണ്ടിട്ടുണ്ട് ഞാൻ മേടിച്ചത്. അമ്മ കുഞ്ഞു മേടിച്ച ഒളിക്ക് സാധനം ഉണ്ടോ നോക്ക്. അതില് വല്ല നീ കരിങ്കട്ടയാണോ കല്ലുകട്ടാണോ നോക്ക്. മറ്റേ കല്ലും കട്ടയ്ക്കും വരും. മൂക്കുമ്പോ അമ്മ എന്താ എടുത്തിട്ട് വരും. അവര് കേസ് കൊടുത്തിട്ടില്ല ഇതിന്. ഇല്ലാട്ടാ, ഇത് വരുന്നില്ല. പിന്നെ അതെ, പൊട്ടന്മാരെ. പിന്നെ ഇത് നൈസാട്ടാ. മറ്റേ ഇതിന്റെ ഒപ്പല് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. എന്തായാലും ബോട്ട് തന്നെയാ. പക്ഷെ വലിയ പ്രശ്നമില്ല, നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാം. ഇവിടെ ക്ലീൻ ചെയ്യാം. ടെസ്റ്റിന് നാലിലേക്ക് പോയിട്ട് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാലോ. അങ്ങനെ ചെയ്യാം. നമ്മൾ റീപ്ലേസ്മെന്റ് അയക്കാതെ പോരെ. ആ ഒരു ഇതുണ്ട്. ചേച്ചിക്ക് ചേച്ചിയുടെ പറയട്ടെ. എന്റെ ലോറിന് അവിടെ ഇരിക്കും. കസ്റ്റമർ ഉണ്ട്, അതെന്തായാലും നാളെ കൊണ്ടുവന്നേക്കല്ലോ അവിടെ. ഞാൻ എന്തായാലും
ഇത് കട്ട് ചെയ്യാണ്ട് ഞാടും കേക്കട്ടെ. ഇല്ല ഇല്ല അതല്ല കുഞ്ഞു. അതുപോലെ ഒരു കസ്റ്റമറുടെ അതുപോലെ വന്നിട്ടിരിക്കണ ചേച്ചി യൂസ് ചെയ്യുന്ന ചേച്ചിക്ക് അറിയില്ല ആരുടെയാന്ന് തോന്നുന്നു. അതിൽ വരട്ടാ. കുഴപ്പമില്ല, പോണ്ട് രണ്ടുപേരും ഒരുമിച്ച് പോവുള്ളൂ. അതിന് വേണ്ടിട്ടുള്ള പണി കൊടുത്തതല്ല. ബിരിയാണി അപ്പൊ ഒരു സൈനോട്ട് പറഞ്ഞോ. അപ്പൊ അതില്ലേ ഇനി അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് എന്റെ അടുത്ത് ഗിഫ്റ്റ് ഒന്നും വാങ്ങി തരില്ല എന്നൊക്കെ പറഞ്ഞു. സന്തോഷമായി കൈ ഒരു ഡോക്സ് കിട്ടി. என்ன பண்றது? வெளியே எதையும் உளறிடாத. ஏற்கனவே அரண்மனையை விற்க முடியல. இதெல்லாம் வெளியில தெரிஞ்சது அப்புறம் எங்க பிரச்சனை தீராது. நீயும் ஆஸ்பத்திரி கட்ட முடியாது. மாயாமா மாயாமா பாத்தீங்களா? மாயா இல்ல பாக்கல. எங்க போனாங்க? எங்க இங்க இருந்து ஏன் இல்லைன்னு சொல்றீங்க? ஐயோ கம்மி இருங்க. என் தாத்தா எனக்கு பிடிக்காத மாப்பிள்ளைய பார்த்து வச்சிருக்காரு. அந்த ஆளு எங்க வீட்டுக்கு வர வைக்கதான். മിഠായി അമ്മയ്ക്ക് തിന്നു. മിഠായി അമ്മയ്ക്ക് തിന്നു. പിന്നെടുത്ത് അതറിഞ്ഞിട്ടില്ല. അതിന് മിഠായി വായല് നിറച്ച് വെച്ചേക്ക. സൂപ്പർ. തിന്നു കഴിച്ചു. ഏയ് പൊന്നോ ഇറങ്ങിയ ഞാനെന്നെ ബർത്ത്ഡേ ഒരു കേക്ക് മുറിക്കാൻ വേണ്ടി ലിപ്സ്റ്റിക് ഇട്ട് മേക്കപ്പ് ചെയ്യുന്ന വ്യക്തിയെ അച്ഛനെ വിളിക്കാം. അച്ഛനെ കേക്ക് മേടിച്ചത് കണ്ണടം പോലെ ഓർത്തില്ല. എന്താ പറയുക? അച്ഛനെ വിളിച്ച് താങ്ക് യു പറഞ്ഞോ. നിങ്ങളെ ഫോൺ എവിടെ? സോറി അമ്മയുടെ ഫോണിൽ വിളിക്കേ. എന്റെ ഫോണിൽ കേക്കും പിടിച്ചിരിക്കുന്ന ഫോട്ടോസ് അച്ഛൻ എടുക്കുന്നില്ല. താങ്ക് യു അച്ഛാ. വിട് തിന്നാറായിട്ടില്ല ഫോട്ടോ എടുക്കട്ടെ. തിന്നാറായിട്ടില്ല. ഫോട്ടോ മുറിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മീനുക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് അത് വേണമെങ്കിൽ ഒരു വീഡിയോ എടുത്തോ. ചെറി അയ്യോ കേക്ക് പിടിച്ച ഇന്നും കാക്കോല് ടീഷർട്ട് ഫോട്ടോ നോക്കി ഫോട്ടോ നോക്കി ഇങ്ങനെ പാറു പാറു ഇങ്ങനെ മീനു സാർ ഗിഫ്റ്റ് ഇല്ലാത്തതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുറിക്കട്ടെ. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരാത്തതിന് ഇല്ല ഇല്ല ഒരു വിഷമില്ല. കണ്ണീര് കൊടുത്തിട്ട് പറ. അയ്യടാ ഹാപ്പി ബർത്ത്ഡേ പാട്.
നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ കുഴിമന്തി കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ.